ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംപൂജ്യനായ കെ. സുരേന്ദ്രൻ അവരുടെ മുമ്പിൽ ഒരു മാപ്പപേക്ഷ സവിനയം സമർപ്പിക്കുകയാണ്. അറിവില്ല പൈതങ്ങളായ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അങ്ങയുടെ പാർട്ടിയോടും അങ്ങയോടും അക്ഷന്തവ്യമായ അപരാധങ്ങൾ ചെയ്തു പോയി. അറിയാതെ എന്തൊക്കെയോ എഴുതിയും പറഞ്ഞും പോയി. അത് മാപ്പാക്കണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് മുൻകൈയെടുത്ത് നിർത്തിയ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തോറ്റുപോയെന്നും അതിനു മുമ്പേ അങ്ങയുടെ പാർട്ടിയിലെ ഒരു പുപ്പുലിയായിരുന്ന സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയെന്നും ഈ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിഷേധമുണ്ടെന്നും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തെറ്റുപറ്റിയത്. മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ലെന്നും ഏത് കൊമ്പത്തിരിക്കുന്നവനായാലും കൈകാര്യം ചെയ്യുമെന്നുമുള്ള അങ്ങയുടെ ഉഗ്രശാസനം കേട്ട് രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഭയന്ന് വീട്ടിനുള്ളിൽ മുറിയടച്ചിരിക്കുകയാണ്. ദയവായി അങ്ങയുടെ ഈ ഭീഷണി പ്രസ്താവന പിൻവലിക്കണമെന്നും ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നും വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. മേലിൽ മാരാർജി ഭവനിൽ നിന്ന് കൊടുത്തയക്കുന്ന ബി.ജെ.പി. വാർത്തകൾ മാത്രം പത്രങ്ങളിലും ടെലിവിഷനുകളിലും കൊടുത്ത് ഞങ്ങൾ തൃപ്തരായിക്കൊള്ളാം. അഭിമന്യ അധ്യക്ഷ മഹോദയൻ ശ്രീ സുരേന്ദ്രൻ, താങ്കൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മൂക്കു ചെത്തിക്കളയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉഗ്രശാസനമുണ്ടായല്ലോ. അത് കേട്ട് ഭയന്ന മാധ്യമപ്രവർത്തകർ മേൽപ്പറഞ്ഞ മാപ്പപേക്ഷയുമായി അങ്ങയുടെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കുമെന്നാണോ, മാപ്പിരക്കുമെന്നാണോ അങ്ങ് കരുതിയത്? എങ്കിൽ താങ്കൾക്ക് തെറ്റിപ്പോയി. അങ്ങയേക്കാൾ ഉഗ്രശാസനക്കാരായ പലരുടെയും ഭീഷണികൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇതിനു മുമ്പും കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ തലമുറയും മുൻ തലമുറയും. പാലക്കാട് ബി.ജെ.പി. സ്ഥാനാർത്ഥി ജയിക്കുമെന്നും അത് സ്വന്തം നേട്ടമായി പെരുമ്പറയടിക്കാമെന്നും താങ്കൾ കരുതിയിട്ടുണ്ടാവും. പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ അത് പരാജയപ്പെടുത്തി. അതിന് താങ്കൾ എന്തിനാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിക്കുന്നത്? പാലക്കാട്ടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം സംസ്ഥാന പ്രസിഡൻ്റാണെന്നും അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപ്രകാരമാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും മുനിസിപ്പൽ ചെയർപേഴ്സണും ദേശീയ കൗൺസിൽ അംഗവും അതിശക്തമായ ഭാഷയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുക. അവർ താങ്കളുടെ നേതൃത്വത്തെ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ചു. പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മുനിസിപ്പൽ പ്രദേശത്ത് പോലും ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞു. അതിന് താങ്കളെയാണ് പല നേതാക്കളും പഴിക്കുന്നത്, പാർട്ടിക്കുള്ളിലെ പ്രമുഖ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത്. താങ്കളുടെ ഏകാധിപത്യ പ്രവണതയാണ് പാർട്ടിയിലെന്ന് അവർ പറയുന്നു. നേരത്തെ സന്ദീപ് വാര്യർ കളഞ്ഞിട്ട് പോയി. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ചില കൗൺസിലർമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ വഴിക്ക് ആലോചന നടത്തുന്നു എന്ന വാർത്ത വരുന്നു. ഇതിനൊക്കെ എങ്ങനെയാണ് താങ്കൾ മാധ്യമപ്രവർത്തകരെ ഉത്തരവാദികളാക്കുന്നത്? അവർ ചെയ്ത തെറ്റെന്താണ്? ഞാനൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ വീഡിയോന് തൊട്ട് മുമ്പായിട്ട് മനോരമ ന്യൂസ് ചാനൽ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് കേരളത്തിലെ ബി.ജെ.പിയിലെ ഒരു പ്രമുഖനായ നേതാവ് കോൺഗ്രസിൽ ചേരുന്നതിന് ഒരു റൗണ്ട് ചർച്ചകൾ നടത്തിക്കഴിഞ്ഞുവെന്നാണ്. പലവട്ടം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുള്ള ഒരു നേതാവാണെന്ന് പറയുന്നു. ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് മനോരമ ന്യൂസ് പറഞ്ഞതാണ്. ഇത് കള്ളവാർത്തയാണെങ്കിൽ ശ്രീ സുരേന്ദ്ര, താങ്കൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറെ ഒന്ന് കൈകാര്യം ചെയ്ത് കാണിക്ക്. മനോരമ ന്യൂസിൻ്റെ ഓഫീസ് ഈ തമ്പാനൂരിൽ അരിസ്റ്റോ ജംഗ്ഷനിലാണ്. അവിടെയാണ് ആ ലേഖകനുള്ളത്. ഇത് കള്ളവാർത്തയാണെങ്കിൽ, ഇത് പാർട്ടിയെ തകർക്കാനുള്ള വാർത്തയാണെങ്കിൽ അത്തരക്കാരെയൊക്കെ ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും കൈകാര്യം ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ താങ്കൾക്ക് എന്താണ് ഈ വാർത്ത സംബന്ധിച്ച് ചെയ്യാനുള്ളത്? ആ ലേഖനെ താങ്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് കാട്ടിത്തരൂ. വലിയ മൂച്ചു പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ജാള്യം തോന്നാം, അത് വളരെ സ്വാഭാവികമാണ്. അത്
കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പിക്കാരനും ഒക്കെ ഉണ്ടാകുന്നൊരു വികാരമാണ്. അതിന് താങ്കൾ എന്തിനാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചത്ത് മെക്കിട്ട് കയറുന്നത്? അവരെന്ത് കള്ളവാർത്തയാണ് പ്രചരിപ്പിച്ചത്? അവർ പാർട്ടിക്കെതിരായിട്ട് എന്ത് നെറികേടാണ് പ്രചരിപ്പിച്ചത്? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അതാണോ താങ്കളുടെ നയം? അങ്ങനെയാണോ ബി ജെ പി വിശ്വസിക്കുന്നത്? പാർട്ടിക്ക് സംഭവിച്ച പരാജയത്തിന് മാധ്യമപ്രവർത്തകരെ ഉത്തരവാദികളാക്കി ചിത്രീകരിച്ച് രക്ഷപ്പെടാമെന്നാണോ താങ്കൾ കരുതുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് സംഭവിച്ച പരാജയത്തിന് ബലിദാനികളെ കൂട്ടുപിടിക്കുന്നത്? താങ്കളുടെ ശത്രുക്കൾ താങ്കളുടെ പാർട്ടിയിൽ തന്നെയാണ്. അവരുമായിട്ട് താങ്കൾക്ക് യുദ്ധമാവാം. അതിന് വെറുതെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കരുവാക്കരുത്, അവരെ കുറ്റപ്പെടുത്തരുത്, അവരെ ഭീഷണിപ്പെടുത്തരുത്. താങ്കൾക്കും പാർട്ടിക്കും രോമാഞ്ചമുണ്ടാക്കുന്ന വാർത്തകൾ മാത്രം കൊടുക്കലല്ല മാധ്യമങ്ങളുടെ ജോലി. ബി ജെ പി വിജയം ഉറപ്പിച്ചിരുന്നൊരു സ്ഥലത്ത് പരാജയം സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകാനും അത് വായനക്കാരോടും പ്രേക്ഷകരോടും പറയാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. അതാണ് അവർ ചെയ്യുന്നത്. പാർട്ടി അധ്യക്ഷനായ താങ്കൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് കലാപക്കൊടി ഉയരുമ്പോൾ, അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് കൊഴിഞ്ഞുപോക്കിനുള്ള സാധ്യതകൾ കാണുമ്പോൾ, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. അതാണ് അവർ നിർവഹിക്കുന്നത്. അതിന് അവരുടെ മെക്കെട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. അവരെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നം കാണൽ മാത്രമാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായിരിക്കുമ്പോൾ ഞാൻ മാധ്യമരംഗത്തുണ്ട്, റിപ്പോർട്ടിങ്ങിലുണ്ട്. അന്നത്തെ സുരേന്ദ്രനെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നത്തെ സുരേന്ദ്രനെയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് താങ്കൾ. മുഖ്യമായൊരു മുഖമാണ് സുരേന്ദ്രൻ. ആ വളർച്ചയുണ്ടല്ലോ. അക്കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് ഒരു ചെറിയ പങ്കുണ്ട് എന്ന കാര്യം മറക്കരുത്. താങ്കളത് സമ്മതിച്ചു തരണമെന്നില്ല, പക്ഷേ അത് ഒരു വസ്തുതയാണ്, അത് മറന്നു പോകരുത്. ബ്രിട്ടീഷ് ഭരണകാലത്തും രാജവാഴ്ചക്കാലത്തും കേരളത്തിൽ മാധ്യമപ്രവർത്തകരുണ്ടായിട്ടുണ്ട്. മാതൃഭൂമിയുടെ പത്രാധിപരെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പത്രാധിപരുടെ കസേരയിൽ നിന്നാണ്, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തതിന്. തിരുവിതാംകൂർ മഹാരാജാവ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും അദ്ദേഹം പത്രാധിപരായിരുന്ന പത്രം അച്ചടിച്ചിരുന്ന പ്രസ് കണ്ടുകെട്ടുകയും ചെയ്തു. സർ സി പി മലയാള മനോരമയുടെ ഓഫീസ് പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊച്ചി രാജ്യത്തും ഇതേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിലെ മാധ്യമപ്രവർത്തകരെ തെരുവിലിട്ട് തല്ലിയിട്ടുണ്ട്. പക്ഷേ സുരേന്ദ്രൻ എന്നിട്ടും കേരളത്തിൽ മാധ്യമപ്രവർത്തകർ എന്ന വർഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവരെക്കാൾ വലിയ ആളൊന്നുമല്ലല്ലോ, ബ്രിട്ടീഷുകാരെക്കാളിലും രാജാക്കന്മാരെക്കാളിലും വലിയ ആളൊന്നുമല്ലല്ലോ സുരേന്ദ്രൻ. അതുകൊണ്ട് താങ്കളുടെ ഈ ഭീഷണി ഉണ്ടല്ലോ, അത് പാർട്ടി ഓഫീസിലെ അലമാരിയിലോ മേശയിലോ വെച്ച് പൂട്ടിയാൽ മതി.